السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه، وأعد لهم جنات تجري تحتها الأنهار خالدين فيها ذلك الفوز العظيم. ബഹുമാന്യനായ അധ്യക്ഷൻ അബൂബക്കർ ഫാറൂഖി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഇവിടെ ക്ലാസ് എടുക്കാനിരിക്കുന്ന അബ്ദുറഹ്മാൻ അൻസാരി, മുബാറക് ഇബ്നു ഉമർ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കടവത്തൂരിൻ്റെയും കല്ലിക്കണ്ടിയുടെയും ഇലാങ്കോടിൻ്റെയും ഒക്കെ പരിസരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം ഈ ഒരു വഴിയിലേക്ക് സർവശക്തനായ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വഴി നടത്തിയ, മുന്നിൽ നടന്ന ആദരണീയരായ ഗുരുനാഥന്മാരെ, അവർക്ക് വേണ്ടി ഒരു മഗ്ഫിറത്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗുരുനാഥന്മാരായിട്ടുള്ള എടപ്പാറ, അതുപോലെ KN ഇബ്രാഹിം മൗലവി, TV മുഹമ്മദ് മൗലവി, NK അഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിം, ആ മഹാന്മാരായ ആളുകളുടെ കാലടികളും അവരുടെ ശബ്ദങ്ങളും പ്രതിധ്വനിച്ചു നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ധൈര്യമായി പറയാൻ ഞാൻ ആളല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന കാരണവന്മാർ വരെ ഞാൻ ഇസ്ലാഹിൻ്റെ അക്ഷരം പഠിച്ചു തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരും ഇതിൻ്റെ മുന്നിൽ നടന്നവർക്ക് പിന്തുണച്ചുകൊണ്ട് ഇതിനെ പടുത്തുയർത്തിയവരുമാണ് എന്ന കൃത്യമായ ബോധം എനിക്കുണ്ട്. എന്നാലും ഇവിടെ ഒരു നൂറ്റാണ്ട് മുമ്പ് സംഘടിതമായി പ്രവർത്തിച്ചു വന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, അതിൻ്റെ വഴിയിലുണ്ടായ ഏറ്റക്കുറവുകൾ, അതല്ലെങ്കിൽ പുരോഗതികളും അധോഗതികളുമൊക്കെ നമ്മുടെ അടുത്ത തലമുറയെ കൃത്യമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനവുമായി നടന്നു നീങ്ങുമ്പോൾ ഈ നോമ്പ് കഴിഞ്ഞ 6 നോമ്പ് കഴിയുന്നതിന് മുമ്പുള്ള ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ പ്രബോധന പരിപാടി നടക്കുന്നു, ഒരു പ്രസംഗം, ഒരു ക്ലാസ്. വളരെ ദുർബലനായ ഒരു വ്യക്തിയാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്.
തോരാത്ത മഴ, കർക്കടക മാസത്തിൻ്റെ അതിശക്തമായ മഴയത്തും ശീതക്കാറ്റും അല്പമൊക്കെ പാടത്തും പറമ്പിലും വഴിയോരങ്ങളിലുമൊക്കെ വെള്ളവും നടക്കാനും യാത്ര ചെയ്യാനും പ്രയാസവുമൊക്കെയുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ച വയോവൃദ്ധനായി 97 കഴിഞ്ഞ ഒരു കാരണവരെ തൊക്കുപിടിച്ചുകൊണ്ട് എൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ആളുകൾ. എനിക്കൊരു വല്ലാത്ത പ്രയാസം തോന്നി. ക്ലാസ് എടുക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം പുറത്തിറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത്രമാത്രം ശീതവും മഴയും പ്രതികൂലമായ അന്തരീക്ഷവുമാണ്. എന്നിട്ടും 97 കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനോടടുത്ത ഒരു പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ തുടക്കകാലം മുതൽ അതിനുവേണ്ടി മാംസവും മജ്ജയും പണവും സമയവും കുടുംബത്തെയും ത്യാഗം ചെയ്ത ഒരു കാരണവർ, അയാളുടെ ഫോട്ടോ പത്രത്തിലൊന്നും ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. അയാളുടെ പേര് പോലും എവിടെയെങ്കിലും അച്ചടിച്ച് കണ്ടിട്ടില്ല. അയാൾ ഒരിക്കലും ഒരു സ്റ്റേജിൽ കയറിയിരുന്നതായി എൻ്റെ ഓർമ്മയിൽ ഈ 10-60 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ആ മഹാനായ മനുഷ്യൻ തൊക്കുപിടിച്ച് ആളുകൾ അദ്ദേഹത്തിനെ ഒരു ദുർബലനായ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയോളം വയസ്സുള്ള ഒരാളുടെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മഴയത്ത് മുട്ടിനു വരെ വെള്ളമുള്ള ഇടവഴിയിൽ കൂടി ഈ ക്ലാസ് കേൾക്കാൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോനെ, ഞങ്ങളൊക്കെ ഇത് പടുത്തുയർത്തിയിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. വീണ്ടും അതിനെ ഞങ്ങൾ കാരണവന്മാരും വയസ്സന്മാരും താങ്ങി നിർത്തേണ്ടി വരുമോ എന്ന് തോന്നുന്ന ഒരധോഗതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് നിങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പങ്കെടുത്തുകൊണ്ടെങ്കിലും ഞങ്ങൾക്കുണ്ടാവുന്ന ത്യാഗം ചെയ്യാൻ കഴിയുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരമക്കളോട് എന്നെ ക്ലാസ്സിലെത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഘടിതമായ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആ കഴിഞ്ഞ കാലത്തുള്ള ഊർജവും അവരുടെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിനോടും ആദർശത്തിനോടുമുള്ള കൂറുമൊക്കെ നമുക്കൊരു അത്ഭുതമായി തോന്നിയ ആ ഒരു അവസ്ഥയിലേക്ക്, പ്രസ്ഥാനം അതിൻ്റെ വരീബായ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ കൈപ്പിടിച്ചുയർത്താൻ ബദഅ അൽ-ഇസ്ലാമു ഗരീബാ വസയഊദു ഗരീബൻ കമാ ബദാ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം അതിനെ നോക്കാൻ ആളില്ലാതെ, സംരക്ഷിക്കാൻ ആളില്ലാതെ, അതിനെ കൈത്താങ്ങ് കൊടുക്കാനുള്ള ആളുകളില്ലാതെ പിന്നോട്ട് പോകുമ്പോൾ, അതിൻ്റെ വളർച്ച മുരടിക്കുമ്പോൾ, അതിൻ്റെ ദഅവത്ത് തകർക്കപ്പെടുമ്പോൾ, അതിനെ വളർത്താനും ആ സന്ദേശം ജനങ്ങളിലേക്ക് പൂർവോപരി ശക്തമായി എത്തിക്കുവാനും ആര് മുന്നോട്ട് വരുന്നു, അവരാരായിരുന്നാലും അവർക്കിതാ ഞാൻ മംഗളം നേരുന്നു. അന്നത്തെ ഗരീബുകളായ അപരിചിതരായ അത്യപൂർവമായ ആ ആളുകൾക്ക് മംഗളം നേരുന്നു. ആരാണ് ഈ ഗരീബുകൾ എന്ന് ചോദിച്ചപ്പോൾ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽ അവരുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ഫസാദുകൾ വന്നതിനെ തിരുത്താനും നന്നാക്കിയെടുക്കുവാനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആ ഗരീബുകൾ എന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരം പ്രബോധന പരിപാടികളും ഈ തരത്തിലുള്ള ചെറിയ കൊച്ചു ക്ലാസുകളും വലിയ സമ്മേളനങ്ങളുമൊക്കെ നടത്തേണ്ടത്. സഹോദരന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹിയുടെ കാലഘട്ടത്തിന്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തോടനുബന്ധിച്ച് തന്നെ ഇന്ത്യ രാജ്യത്ത് ശക്തമായ ബുദ്ധിപരമായ നേതൃത്വം നൽകിയ മഹാനായ ഒരു മനുഷ്യനായിരുന്നു
അല്ലാമ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യ രാജ്യത്ത് ഇതിന് ബീജാവാപ്പം നൽകിയ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സന്ദേശത്തിന്, സലഫി പ്രസ്ഥാനത്തിന്റെ പുനരുദ്ധാരണത്തിന് ബീജാവാപ്പം നൽകിയ ആ മനുഷ്യൻ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ചരിത്രവും മുസ്ലിമീങ്ങളുടെ ചരിത്രവും രണ്ടു വഴിക്കാണ് നീങ്ങിയത് എന്ന്. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം മുതലാണ് പ്രവാചകന്മാരുടെ ആ താവഴിയായി അനന്തരാവകാശമായി ഇവിടെ നിന്നിരുന്ന ഈ തൗഹീദി സന്ദേശം വീണ്ടും ഒരു പുനർജന്മത്തിനും ഒരു പുതിയ ഉദയത്തിനും കാരണമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തോടുകൂടിയും പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടിയുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ചിത്രങ്ങൾ വരെ കഅബാലയത്തിൽ കൊത്തിവെച്ച് ആരാധിക്കുകയും തൗഹീദിനു വേണ്ടി ജീവിച്ച ആ മഹാന്മാരായ പ്രവാചകന്മാരെ ബിംബങ്ങളാക്കി ആരാധിക്കപ്പെടാൻ മാത്രം സത്യസന്ദേശം ലോകത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അന്ത്യപ്രവാചകനായി നിയോഗിക്കുകയും പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ച് വളരുക, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് നൽകുക, വായിക്കുക, ഓതിക്കൊടുക്കുക, പഠിച്ചു വളരുക എന്നിങ്ങനെയുള്ള പ്രവർത്തിക്കാനും പഠിക്കാനും പഠിച്ചതനുസരിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കാനുള്ള സന്ദേശത്തോടുകൂടി ഇസ്ലാമിന്റെ ഒരു പുനരുത്ഥാനം, ആദം നബി അലൈഹിസ്സലാം മുതൽ വന്ന ആ ഹിദായത്തുണ്ടല്ലോ, ഫഇമ്മാ യഅതിയന്നകും മിനി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഭൂമിയിലേക്ക് ജീവിക്കാൻ പോവുക. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് ജീവിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തിന്നാനുള്ളത്, കുടിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിത സന്ധാരണം നടത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ആദമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളോടൊപ്പം അങ്ങനെയൊക്കെ തിന്നുകുടിച്ച് പ്രജനനം നടത്തി മനുഷ്യ വർഗത്തിന്റെ ആ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നതോടൊപ്പം നിങ്ങൾ നടക്കേണ്ട വഴി എന്താണ്, നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസം എന്തായിരിക്കണം, നിങ്ങൾ ചെയ്യേണ്ട പുണ്യങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾക്ക് പാടില്ലാത്ത തിന്മകൾ ഏതാണെന്ന് കൃത്യമായ ഹുദ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പോവുക, ഇറങ്ങിപ്പോവുകയാണ്. ഒരു ഉന്നതമായ ജീവിതത്തിൽ നിന്ന്, സ്വർഗലോകത്തിൽ നിന്ന് തിന്മയുടെയും തോന്നിവാസത്തിന്റെയും ധിക്കാരത്തിന്റെയും മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. മനുഷ്യന്റെ ആ ഉത്കൃഷ്ടതയിൽ നിന്ന് അധോഗതിയിലേക്ക് അല്ലാഹു തആല പറഞ്ഞയക്കുകയാണ്. ഒരു പരീക്ഷണമാണ് ജീവിതം. നിങ്ങൾ ഇറങ്ങിപ്പോകുക. നിങ്ങളാ ഇറങ്ങിപ്പോകുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് മുഖ്യമായ ശത്രുവുണ്ട്, പിശാച്. കൃത്യമായ ഒരു ശത്രുവിനെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. സുഗമമായി സ്വർഗത്തിൽ എന്ന പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ ശത്രുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ആ ശത്രു നിങ്ങളെ വഴിവെപ്പിക്കാതിരിക്കാനും നിങ്ങൾക്ക് ഞാനൊരു ഹിദായത്ത് കാണിച്ചു തരുന്നുണ്ട്. ഹുദാ, ഒരു വെളിച്ചം, ഒരു സന്ദേശം. ഫമൻ തബിഅ ഹുദായ, ഞാൻ കാണിച്ചു തരുന്ന ആ ഹിദായത്തിനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. എന്താണ് പേടി? തെറ്റിപ്പോകുമോ എന്ന് പേടിക്കേണ്ടതില്ല. ഉന്നതമായ സ്വർഗലോകത്തിൽ നിന്ന് തിന്മയുടെ നാട്ടിലേക്ക്, മണ്ണിലേക്ക് ഇറങ്ങിത്തിരിച്ചത് തിരിച്ചാ സ്വർഗലോകത്തിലേക്ക് തിരിച്ചെത്തുകയില്ലേ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ തിരിച്ചെത്തിക്കൊള്ളും ഈ ഹുദ അനുസരിച്ച് നടന്നാൽ. വലാഹും യഹ്സനൂൻ, ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. ആ ഉന്നതമായ സ്വർഗലോകം നഷ്ടപ്പെട്ടല്ലോ എന്ന് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചെത്താം, ആ സ്വർഗലോകത്തേക്ക്. ആ ഹുദ നിങ്ങൾക്ക് വന്നാൽ ഫമൻ തബിഅ ഹുദായ, ആ ഹുദയെ നിങ്ങൾ പിൻപറ്റണമെന്നാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്. മനുഷ്യ സമൂഹത്തിനോട്, ആദമിനോട് പറഞ്ഞത് അതാണ്, ആ ഹുദയെ നിങ്ങൾ പിൻപറ്റണം.
ആരെങ്കിലും പിൻപറ്റാനോ തലമുറകളെ പിൻപറ്റാനോ അല്ല, മനുഷ്യരെ പിൻപറ്റാനല്ല, ഒരു ഹുദയെ നിങ്ങൾ പിൻപറ്റണം. ആ ഹുദ അമ്പിയാക്കന്മാരോടൊപ്പം ഞാൻ അതത് കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് നിയോഗിക്കും. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂടെ അല്ലാഹു തആല ആ ഹുദയാണ് അല്ലാഹു അയച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മണ്ണിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിന്റെ എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് പഠിപ്പിക്കാൻ അയച്ചിട്ടില്ല. ഈ ആകാശ നക്ഷത്ര ഗോളങ്ങളെ പറ്റി അതിന്റെ ആന്തരികമായ സൃഷ്ടി രഹസ്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അയച്ചിട്ടില്ല. ഈ ചക്രവാളങ്ങളിൽ കാണുന്ന ഭൂമിയിലെയും ആകാശത്തെയും സൃഷ്ടി വൈഭവത്തിന്റെ ശാസ്ത്രീയമായ സത്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാൻ ഒരു പ്രവാചകനെയും അല്ലാഹു അയച്ചിട്ടില്ല. നേരെ മറിച്ച് പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചത് ഒരു ഹുദ പഠിപ്പിക്കാനാണ്, ഒരു സന്മാർഗം. ആ സന്മാർഗം അത് ആർക്കും അവ്യക്തമാവാത്ത രൂപത്തിൽ ആ സന്മാർഗം എന്നും ഇവിടെ നിലനിൽക്കും. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസീഹു അൻഹാ ഇല്ലാ ഹാലിക്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ആ ഹുദ കൈമാറുന്ന ആ കൈത്തിരി അല്ലാഹുവിന്റെ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ഇരുട്ട് നിറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഇരുട്ടത്ത് ഒരു അപകടത്തിലും പെടാതെ വീണ്ടും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വെളിച്ചം ആ കൈത്തിരിയാവുന്ന ഹുദ, ആ ഹുദയുടെ സമാപ്തി പ്രവാചകന്മാരോടുകൂടി അല്ലാഹു തആല ആ ഹുദ അയച്ചു തരുന്ന അമ്പിയാക്കന്മാരുടെ ആ ഘട്ടം അവസാനിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി. മുഹമ്മദ് നബി പറഞ്ഞ ഹുദ, ഇനി ഹുദയുമായി വരാൻ ഒരു പ്രവാചകൻ വരില്ല, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. ആദം അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ കൈമാറുമെന്ന ആ കൈത്തിരി, ഹുദ എന്ന കൈത്തിരി, ഇതിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, ഒരു വെളുവെളുത്ത വഴി, ഇനി സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്കൊരു വെളുവെളുത്ത വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അനാഥയായി വഴി കാണാതെ അപകടത്തിലാക്കി ഇനിയൊരു നബി വന്നാലല്ലാതെ മനുഷ്യന്മാർക്ക് രക്ഷയില്ല എന്ന ഒരു ദുർഗതിയിൽ, ഒരു ട്രാജഡി ഈ ഭൂമിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു മഹജ്ജത്തുൽ ബൈളാ, വെളുവെളുത്ത വ്യക്തമായ വിശാലമായ ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, ആ വഴിയുടെ രാത്രി പകൽ പോലെയാണ്. ഇരുട്ടി എന്നതുകൊണ്ട് ആ വഴി ഇരുട്ടാവുകയില്ല, ആ വഴിയിൽ ഇരുട്ട് വരികയില്ല. ആർക്കും അതിനെ തടുക്കാനോ അതിനെ മറച്ചു വെക്കാനോ വേലികെട്ടി ജനങ്ങളെ തടുത്തു നിർത്താനോ സാധ്യമല്ലാത്ത വിധം പകൽ വെളിച്ചം പോലെ സുന്ദരമായി ആർക്കും മനസ്സിലാകാവുന്ന ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലാ യസീഹു അൻഹാ ഇല്ലാ ഹാലികുൻ, സ്വയം നശിക്കാൻ വിചാരിച്ചവനല്ലാതെ, സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടുന്നവനല്ലാതെ ആ വെളുവെളുത്ത ശുദ്ധമായ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈത്തിരി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. ആ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ ഒരുപാട് ഇരുട്ടുകളും വെളിച്ചങ്ങളും നിറഞ്ഞിരുന്നു. ആദം നബി അലൈഹിസ്സലാം ജീവിച്ച കാലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഏതാനും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെയും ചെറിയൊരു ഇരുട്ട് വന്നു. ഹാബീലും കാബീലും എന്ന മക്കളിൽ കൂടി ചെറിയ അസ്വാരസ്യങ്ങളും വെറുപ്പുകളും വിരോധങ്ങളും പടലപ്പിണക്കങ്ങളും, അതുപോലെ ആരാണ്, ഞാനാണോ നീയാണോ മൂത്തത്, എനിക്കാണോ നിനക്കാണോ ശക്തി, അധികാരം എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ബാപ്പ ജീവിച്ചിരിക്കെ, ഉമ്മ ജീവിച്ചിരിപ്പിക്കെ സ്വർഗലോകത്തിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിന്റെ പച്ചപ്പും സുഗന്ധവും ആസ്വദിച്ച് അതിൽ യാതൊരു പോറലും ഏൽക്കാതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വെച്ച് ഹാബീല് കാബീല് എന്നീ ആദമിന്റെ 2 മക്കൾ തർക്കിക്കുകയാണ്. ഇരുട്ട് വരികയാണ് ഭൂമിയിൽ, അല്പം ഇരുട്ട്. ഈ ഇരുട്ടത്ത് ഹാബീലിന് വഴി കണ്ടു. ഹിദായത്ത്, വാപ്പ പഠിപ്പിച്ച ഹിദായത്ത്, സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ഹിദായത്ത് ഹാബീൽ മനസ്സിലാക്കി. എന്നാൽ ഹാബീലിന്റെ സഹോദരൻ തന്റെ ഉമ്മ പെറ്റ കുഞ്ഞ് കാബീലിന് അത് തോന്നിയില്ല. അവൻ ഇരുട്ടിൽപ്പെട്ട് കാബീൽ തന്റെ സഹോദരനായ
ഹാബീലിനെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ലഇൻ ബസത്ത യദൈക ഇലയ്യ ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ലിഅഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ സഹോദരാ ഉടപ്പിറന്നവനെ, എന്റെ നേരെ നീ കൈ നീട്ടിയാൽ നിന്റെ നേരെ ഞാൻ കൈ നീട്ടാൻ തയ്യാറല്ല നിന്നെ കൊല്ലാൻ വേണ്ടി. കാരണം എനിക്കൊരു വെളിച്ചമുണ്ട്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. ഞാൻ വന്നത്, നമ്മുടെ വാപ്പ വന്നതും നമ്മൾ വന്നതും ഒരു സ്വർഗത്തിൽ നിന്നാണ്. അവിടേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. എനിക്ക് പേടിയുണ്ട് അല്ലാഹുവിനെ. അതുകൊണ്ട് ഞാൻ എന്റെ നേരെ കൈ നീട്ടുകയില്ല. ഇരുട്ടും വെളിച്ചവും അങ്ങനെ ആരംഭിക്കുകയാണ് ഭൂമിയിൽ. എന്ന് പറഞ്ഞ ഹിദായത്തും, ആ ഹിദായത്തിന്റെ കൂടെ ആദമിന്റെ കൂടെ അയച്ച പിശാചിന്റെ ഇരുട്ടും ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഇനി അങ്ങോട്ടുള്ള പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം വന്ന ശീസ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇദ്രീസ് നബി അലൈഹിസ്സലാം, നോഹ് നബി അലൈഹിസ്സലാം, പല പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമേ നമുക്കറിയുകയുള്ളൂ. എന്നാൽ അവരുടെ ചരിത്രം അറിഞ്ഞുകൂടാ. 25 നബിമാരുടെ പേര് അള്ളാഹു ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതിൽ ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ പോലെയൊക്കെയുള്ള ആളുകളെ പറ്റി 2 ആയത്തുകളാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റിയൊക്കെ 400-ൽ പരം ആയത്തുകളിൽ കൂടി ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഹ്രസ്വമായ ചരിത്രമായിരുന്നാലും വിശദമായ ചരിത്രമായിരുന്നാലും ഏറിക്കിട്ടിയാൽ 25 നബിമാരെ നമുക്കറിയൂ. ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാർ വന്നതാണ് ചരിത്രം. ആ അമ്പിയാക്കന്മാരുടെ കാലത്തൊക്കെ ഇരുട്ടുകളും വെളിച്ചങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നോഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വളരെ കുറച്ചു കാലമാണ് ആദം നബി അലൈഹിസ്സലാമും നോഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാനുള്ള ചരിത്രത്തിന്റെ വരികൾക്കിടയിൽ കൂടി വായിച്ചാൽ അറിയും. ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് തന്നെ പിശാച് ഒദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും അവിടെ ബിംബങ്ങളാക്കി കൊണ്ടുപോയി വെച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും തിന്നുകുടിക്കുന്ന ഭക്ഷണപാത്രങ്ങൾ ഉടഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ ബിംബാരാധനയുണ്ടായി, സൈഖുകളുണ്ടായി, വഴിതെറ്റലുകളുണ്ടായി, ഇരുട്ടുകളുണ്ടായി. നോഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ കർമ്മങ്ങളിൽ, ജീവിത രീതിയിൽ നിങ്ങൾക്ക് വഴി വന്നുപോയ അപകടങ്ങളെ നന്നാക്കി അതിനെ തിരിച്ചുമായിച്ച് അതിനെ നേരായ വഴിയിലേക്ക്, ഇസ്ലാഹിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ഇരുട്ടിൽപ്പെട്ട മനുഷ്യന്മാര് പറഞ്ഞത്, ഒദ്ദിനെയും സുവാഇനെയും യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും വിട്ട് നമുക്ക് കളിയില്ല എന്നായിരുന്നു. ഒരു ഭാഗം വഴിതെറ്റിപ്പോയി. നോഹ് നബി അലൈഹിസ്സലാമും അനുയായികളും വിശ്വാസികളായിക്കൊണ്ട് തന്നെ ആ വെളിച്ചത്തിൽ നിലനിന്നു. അവസാനം റബ്ബിലാ തദറൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. അല്ലാഹുവേ, ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും വളരെ കുറച്ചു പേരൊഴിച്ച് മുഴുവൻ ആളുകളും വഴിതെറ്റിയിട്ടുണ്ട്. ഇവരങ്ങനെ വഴിതെറ്റിയാൽ ഈ നാട്ടിലുള്ള ഈ വഴിതെറ്റിയവരുടെ വീട്ടിൽ നിന്ന് പെറ്റുവരുന്ന മക്കളൊക്കെ വഴികേടിന്റെ മക്കളായി മാറും. ഈ ഭൂമി ശുദ്ധമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് എന്ന ആ ഒരു കലിമത്ത് തൗഹീദിലും നൂഹും റസൂലുള്ളാഹ്, നൂഹ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ആ റിസാലത്തിനും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഈ വഴിതെറ്റുന്ന മനുഷ്യന്മാരുടെ മുഴുവൻ വീടുകളും കുടുംബങ്ങളെയും നീ നശിപ്പിക്കണം പടച്ചവനെ. തൗഹീദിന്റെ ആളുകളെ മാത്രം ബാക്കി നിർത്തണമെന്ന് നോഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. വലിയ വെള്ളപ്പൊക്കത്തിൽ കൂടി മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി അള്ളാഹു തആല, സ്വന്തം മകനെ അടക്കം. നോഹിന്റെ മകൻ പോലും തൗഹീദ് സ്വീകരിക്കാത്ത, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാത്തവനെ നിഷ്കാസനം ചെയ്ത് ഭൂമിയെ വെള്ളം കൊണ്ട് കഴുകി ശുചീകരിച്ച് ആ വെള്ളത്തിന്റെയും മണ്ണിന്റെയും അടിയിൽ അവിശ്വാസികളെ അല്ലാഹു തആല നശിപ്പിച്ച് അവസാനം തൗഹീദിന്റെ വിശുദ്ധമായ കരകളഞ്ഞ മുവഹ്ഹിദുകളെ മാത്രം ജൂദി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടതോടുകൂടി അല്ലാഹു ബാക്കി നിർത്തുകയും ആ മുവഹ്ഹിദീങ്ങളെ ജൂദി പർവ്വതത്തിന്റെ താഴേക്ക് ഭൂമിയിലേക്ക് കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച് ഈ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു.
വളരെ കാലങ്ങൾ കഴിയാവുന്നതിന്റെ മുമ്പ് തന്നെ ആ വിശ്വാസികളുടെ മക്കളിൽ നിന്നും മക്കളുടെ മക്കളിൽ നിന്നും വീണ്ടും അവിശ്വാസികളും അക്രമികളും തോന്നിവാസികളും ഉണ്ടായി. മറ്റൊരു പ്രവാചകനെ അല്ലാഹു അയച്ചു. ഒരുപാട് ഓരോ ഉമ്മത്തും റസൂലുഹാ, ഓരോ തുടരെ നബിമാരെ അയച്ചു. എന്താ, ഒരു നബി ശുദ്ധീകരിച്ച് വൃത്തിയാക്കി ആ സമൂഹത്തെ ശുദ്ധീകരിച്ച് നിർത്തിയിട്ട് ആ പ്രവാചകനം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യന്മാരിൽ തെറ്റുകളുണ്ടായി, അപകടങ്ങളുണ്ടായി. അതിനെ ഇസ്ലാം ചെയ്യാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസത്തെ നന്നാക്കാൻ, അവരുടെ കർമ്മങ്ങളെ നന്നാക്കാൻ, അവരുടെ ജീവിത രീതികളെ നന്നാക്കാൻ അല്ലാഹു തആല അമ്പിയാക്കന്മാരെ അയച്ചു. അങ്ങനെ അയച്ച് അവസാനം ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. ആ പ്രവാചകൻ വന്നപ്പോഴും ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്? മക്കയിലും പരിസരത്തും അറിയപ്പെട്ട നാഗരികതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പേർഷ്യയിലും റോമിലുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരുപാട് ആയിരക്കണക്കിന് മക്കൾ, ഇസ്ഹാഖ്, ഇസ്മായിൽ, യാക്കൂബ്, യൂസുഫ് അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള ബനൂ ഇസ്രായേൽ പ്രവാചകന്മാർ മുഴുവനും വന്നു പോയിട്ടും പലരും കൊല്ലപ്പെട്ടിട്ടും ത്യാഗം ചെയ്തിട്ടും രക്തരൂക്ഷിതമായ ജീവിതം ജീവിച്ചിട്ട് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കേവലം ബിംബമാക്കി മാത്രം കൊത്തിവെച്ച ചിത്രമാക്കി ആരാധിക്കുന്ന ഇബ്രാഹിമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരെയാണ് അദ്ദേഹം കാണുന്നത്. അവിടെയും അവരുടെ വിശ്വാസത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചു. 23 കൊല്ലക്കാലം കൊണ്ട് അവരെ മാറ്റിയെടുത്തു, ശുദ്ധീകരിച്ചു. ഇസ്ലാഹാണ് നടത്തുന്നത്, വിശ്വാസത്തിൽ മാത്രമല്ല, അവരുടെ ജീവിത രീതിയിൽ എല്ലാ അർത്ഥത്തിലും, അവരുടെ സാമ്പത്തിക രംഗത്ത്, കുടുംബ രംഗത്ത്, അവരുടെ സ്വന്തം വിചാരത്തിലും വികാരത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ വിശുദ്ധമായ ഒരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണ്ടാക്കി. അങ്ങനെ പ്രവാചകന്റെയും മരണകാലത്തോടടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലേക്ക് ഇറങ്ങി. മദീന പള്ളിയിൽ നിന്ന് റൗള ശരീഫ് എന്ന് പറയുന്ന ആ നബിയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് സാധാരണ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഇരിക്കാറാണ് പതിവ്. ഒരു ദിവസം നബി പെട്ടെന്ന് വീട്ടിലേക്ക് പോയി, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. സഹാബിമാർ അവിടെ തന്നെ ഇരുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. റസൂൽ ഇപ്പോൾ വരുമല്ലോ പള്ളിയിലേക്ക്, സാധാരണ പോലെ തന്നെ വല്ലതും കേൾക്കാം, പഠിക്കാം, മനസ്സിലാക്കാം എന്ന് കരുതി. അവസാനം ഇശാ നമസ്കാരത്തിന്റെ സമയത്തിന്റെ തൊട്ടു മുമ്പായി റസൂലുള്ള വിരിമുക്കി വീട്ടിലേക്ക് നിന്ന് പള്ളിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇവരൊക്കെ ഇരിക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, അൻതും ഹുന, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലേ? അതെ, ഞങ്ങൾ പ്രവാചകരെ താങ്കളെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബത്തും അഹ്സൻതും, നന്നായി. അങ്ങനെയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇരിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. എന്നിട്ട് നബി പറഞ്ഞു, എന്റെ കൂട്ടുകാരെ, മുകളിലേക്ക് നോക്കൂ. നിങ്ങൾ എന്താ കാണുന്നത്? മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണുന്ന മേൽക്കൂരയില്ലാത്ത വളച്ചുകെട്ടിയ പള്ളിയാണ് പ്രവാചകന്റെ അന്നത്തെ പള്ളി. മുകളിലേക്ക് നോക്കൂ, നിങ്ങൾ കാണുന്നത് എന്താണ്? നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? അന്നജൂമു അമനത്തുൽ ലിസ്സമാ, അക്കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ആകാശത്തിന്റെ വിശ്വസ്തരായ കാവൽക്കാരാണ്. ആകാശത്തിന് കാവലിരിക്കുകയാണ് അവർ. അമനത്തുൽ ലിസ്സമാ, ആകാശത്തിന്റെ വിശ്വസ്ത കാവൽക്കാരാണ്. ഫഇദാ ദഹബത്തിൻ നുജൂം, ഇനി ആ നക്ഷത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, അത് തകർന്നു കഴിഞ്ഞാൽ, ഖുർആനിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിൽ കൂടി. ആകാശങ്ങൾ ഇത് സമാഉൻ ഷഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഈ ആകാശവും ഭൂമിയുമൊക്കെ ഇടിച്ച് തകർന്ന് കൂട്ടിമുട്ടി നശിക്കുമെന്ന്. ആ ആകാശത്തിന്റെ നക്ഷത്രങ്ങളുടെ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത്തസ്സമാ അംറഹ, ആകാശത്തിന്റെ നിലനിൽപ്പ് തന്നെ നശിച്ചു പോകും നക്ഷത്രങ്ങൾ പോയാൽ. വഅസ്ഹാബി, അതുപോലെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അതുപോലെ വഅസ്ഹാബി,
കുട്ടികൾക്ക് അധ്യാപകൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലേ? നക്ഷത്രങ്ങളെപ്പറ്റി, കിളികളെപ്പറ്റി, പുഴയെപ്പറ്റി, അതുപോലെ തോടുകളെപ്പറ്റി, അരുവികളെപ്പറ്റി, പർവ്വതങ്ങളെപ്പറ്റി അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കുക. നക്ഷത്രങ്ങൾ നശിച്ചാൽ ആകാശത്തിന്റെ നിലനിൽപ്പ് നശിക്കും, പിന്നെ നമ്മളൊന്നും ഉണ്ടാവില്ല. അതുപോലെ വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എന്റെ സഹാബിമാരായ നിങ്ങൾ, അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വരാൻ പോകുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിയ എന്റെ ഉമ്മത്തിന്റെ കാവൽക്കാരാണ്, വിശ്വസ്തരായ കാവൽക്കാരായിരിക്കണം നിങ്ങൾ, അവരാണ് നിങ്ങൾ. ഫഇദാ ദഹബതു അന, ഞാനെങ്ങാനും നിങ്ങൾ